യെസ്, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഉണ്ടായ നഗരമാണ് ഇത്, നമ്മുടെ തിരുവനന്തപുരം. അപ്പോൾ ഞാൻ പറയുകയാണ്, അതിനേക്കാളും പ്രായം കുറഞ്ഞൊരു മേയർ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. 16 വയസ്സുള്ളൊരു മേയറാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത്. ക്ലബ് FM 94.3 വെൽക്കം ടു ക്ലബ് FM. നൈസ് ടു മീറ്റ് യുവിൽ നമ്മളോടൊപ്പം ഒരു കുട്ടി മേയറുണ്ട്. മേയറിൻ്റെ പേരെന്താ? അനാമിക. എവിടെ പഠിക്കണേ? പട്ടം ഗേൾസ്. എത്രയില്? +1 സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അനാമിക എന്ത് മേയറാണെന്ന് പറയൂ? ട്രിവാൻഡ്രം ജൂനിയർ ബൈസൈക്കിൾ മേയർ 2025. ഓക്കെ, സൂപ്പർ. അപ്പോൾ എത്രാം വയസ്സ് തൊട്ട് നമ്മൾ സൈക്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു? ഞാൻ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോൾ എനിക്ക് അച്ഛനും അമ്മയും വാങ്ങിച്ചു തന്നൊരു ലേഡി ബേർഡ് സൈക്കിളാണ്. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വലിയ സൈക്കിൾ വേണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ അതെ, അങ്ങനെ അത് മാറ്റി അതെൻ്റെ കസിന് കൊടുത്ത്, എന്നിട്ട് പുതിയ ക്രോസിന്റെ സൈക്കിൾ വാങ്ങിച്ചു. ഇപ്പൊ അതാണ് ഉള്ളത്. ഒരു സൈക്ലിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ നിയമങ്ങളും ഒക്കെ പാലിച്ച് വണ്ടി ഓടിക്കേണ്ടത്. ഒരു സൈക്ലിസ്റ്റ് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ചില കുട്ടികൾക്ക് സൈക്കിൾ ഫസ്റ്റ് ഇങ്ങനെ കൈ കിട്ടുമ്പോൾ അവർക്ക് ഓക്കെ എല്ലാവരെയും കാണിക്കാം എന്ന് പറഞ്ഞ് പറന്നൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവര് സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ ഹെൽമെറ്റ് ഒക്കെ വെക്കാതെ കുറെ കുട്ടികൾ ഓട്ടിക്കുന്നുണ്ട്. അപ്പം ഇവർ വിചാരിക്കും സ്കൂട്ടറിന് പോരെ സൈക്കിൾ. അങ്ങനെയല്ല, സൈക്കിളിന് വേണം. സൈക്കിളിൽ നമ്മളെല്ലാ പ്രിക്കോഷൻസും എടുത്ത് ഓടിച്ച് കുട്ടികൾക്ക് എല്ലാം നോക്കി സേഫ് ആയിട്ട് ഓടിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടില് സൈക്കിളൊക്കെ സേഫ് ആയിട്ട് ഓടിക്കാൻ സൈക്കിൾ ട്രാക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ എന്താണ് സൈക്കിൾ മേയറുടെ അഭിപ്രായം? നമ്മള് സൈക്കിൾ ട്രാക്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനാണ് ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും ഇപ്പൊ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ അത് മാറ്റണം, അത് മാറണം. കുട്ടികൾക്കൊക്കെ സേഫ് ആയിട്ട് സൈക്കിൾ ട്രാക്സിലൂടെ പോകണം. അത് സൂപ്പർ. ഇനിയിപ്പോ സൈക്കിൾ മേയറും ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ടുള്ള ഒരു സൈക്കിൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതെ, റാലി പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആരാ? സൂപ്പർ. ഫാമിലിയിൽ വേറെ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടോ? എന്റെ ചേച്ചി ബൈസൈക്കിൾ അംബാസിഡർ ആയിരുന്നു നേരത്തെ. ഇപ്പോ ചേച്ചി ഡിഗ്രി 2nd ഇയർ ആണ് പഠിക്കുന്നത്. ചേച്ചി അംബാസിഡർ ആയിരുന്നല്ലോ, അവൾക്ക് മേയർ ആവാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ മേയർ ആയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എന്താണ് സൈക്കിൾ മേയർ ഒരു പ്ലാൻ? ഇനി സ്കൂൾസിലെല്ലാം സൈക്കിൾ ക്ലബ്സ് തുടങ്ങണം. നമ്മുടെ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കേരളയിൽ തന്നെ നല്ല സ്കൂളായി എൻ്റെ സ്കൂൾ മാറണമെന്നും എൻ്റെ സ്കൂൾ സൈക്ലിങ്ങിൽ മുന്നോട്ട് വരുന്നതെന്നും താല്പര്യമുണ്ട്. യെസ്, തീർച്ചയായും നടക്കട്ടെ. എന്താണ് സ്കൂളിലൊക്കെ ഉള്ളൊരു സപ്പോർട്ട്? സ്കൂളിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം പ്രത്യേകിച്ച് എൻ്റെ പ്രിൻസിപ്പൽ ലൈല സാറാണ്. സാറ് ഭയങ്കര സപ്പോർട്ടാണ്. സാറ് എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ മേയറായി, ബൈസൈക്കിൾ ജൂനിയർ മേയറായി എന്ന് പറഞ്ഞപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. സാറ് എല്ലാത്തിനും കൂടെ നിൽക്കും. അങ്ങനെ ബൈസൈക്കിൾ ക്ലബ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സൈക്കിള് നമുക്ക് കോർപ്പറേഷനോട് ചോദിച്ച് കിട്ടിയാൽ കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. യെസ്, അപ്പോൾ ഈ ഒരു സൈക്കിൾ മൂവ്മെന്റ് ഒരു വലിയ സൈക്ലോണായി മാറട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. സൈക്ലോൺ സെൻട്രൽ പാട്ടും വരുന്നുണ്ട്. കുട്ടി മേയർ മാത്രമല്ല, വലിയ സൈക്കിൾ മേയർ നമ്മളോടൊപ്പം ഉണ്ട് കേട്ടോ. കീപ് ലിസ്ണിംഗ് ടു ക്ലബ് FM, ടൺ കണക്കിന് ഫാൻ. ജൂനിയർ ബൈസൈക്കിൾ മേയർ അനാമികയുടെ നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ സംസാരിക്കാനുള്ളത് വലിയ ബൈസൈക്കിൾ മേയർ ആയിട്ടുള്ള പ്രകാശ് സാറിനോടാണ്. സാർ നമസ്കാരം. അപ്പോൾ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ ഹൗ ഡു യു കമ്പയർ സൈക്ലിംഗ് എത്രമാത്രം നമ്മുടെ സാധാരണക്കാരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ? ശരിക്കും തിരുവനന്തപുരത്തെ സൈക്ലിംഗ് സിനാറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോവിഡിന് മുമ്പുള്ള വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എക്സസൈസ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് സൈക്കിൾ ചവിട്ടുന്നുണ്ട്. അത് മാറി കുറേ പേര് കൂടെ കമ്മ്യൂട്ടിങ്ങിന് ചവിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയൊരു ജൂനിയർ ബൈസൈക്കിൾ മേയറിനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന അത്രയും സ്കൂളുകളിൽ അറ്റ്ലീസ്റ്റ് ഒരു 50% ഓഫ് ദ ട്രിവാൻഡ്രം സ്കൂൾസിൽ ബൈസൈക്കിൾ ബ്രിഗേഡ്സിൻ്റെ ബൈസൈക്കിൾ ക്ലബ്ബുകൾ തുടങ്ങാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി പട്ടം ഗേൾസിൽ തുടങ്ങിക്കഴിഞ്ഞു. യെസ്, അത് കുട്ടികളുടെ രീതിയിൽ നോക്കുമ്പോൾ അത് ഓക്കെയാണ് സാർ. പിന്നെ വലിയവർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ, സൊസൈറ്റി എന്ന രീതിയിൽ നമുക്ക് എങ്ങനെയാണ് സൈക്ലിംഗ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ അത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കാം? സൈക്കിൾ ടു വർക്ക് ടെക്നോ പാർക്കിലെ കമ്പനികളിലും നമ്മുടെ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ല സാധനമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ സൈക്കിളിൽ വരുന്നു,
സൈക്കിൾ വരുമ്പോഴത്തേക്കായൊക്കെ ഒരു ഇൻസെൻറ്റീവോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആൻഡ് അനദർ തിങ് ഈസ് സൈക്കിളിൽ വരുന്നവരുടെ പ്രൊഡക്ടിവിറ്റി 30% ബാക്കിയുള്ളവരെ കഴിഞ്ഞ് കൂടുതലാണ്. ബിക്കോസ് അവർ ചവിട്ടി വരുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യും, അങ്ങനെ എനർജറ്റിക് ആയിരുന്നു. സോ അങ്ങനെ ഒരു തിരുവനന്തപുരത്ത് അത് കൊണ്ടുവരാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണിത്. വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പൊല്യൂഷൻ കുറക്കും, ട്രാഫിക്കിനെ കുറക്കും, അതോടൊപ്പം തന്നെ കൂടുതൽ എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ പ്രൊഡക്ടിവിറ്റിയും കൂടും എന്നുള്ള വലിയ ഒരു പോസിറ്റീവ്, ആകെ മൊത്തം ടോട്ടലി നോക്കുമ്പോൾ പോസിറ്റീവ് മാത്രമുള്ള ഒരു കോൺസെപ്റ്റാണ് സാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കമ്പനീസ് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെപ്പറ്റി ചിന്തിക്കും എന്ന് കരുതുക. താങ്ക് യു വെരി മച്ച് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്. കുട്ടി മേയർക്കും വലിയ സൈക്കിൾ മേയർക്കും ആശംസകൾ. താങ്ക് യു വെരി മച്ച്.